നാഷണൽ ഹൈവേയിൽ പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും ടോൾ കൊടുക്കാറുണ്ടല്ലോ. അധികം ആൾക്കാരും വിചാരിച്ച എന്താണ്, നമ്മൾ അതിലെ വാഹനമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോൾ കൊടുക്കുന്നത് എന്നുള്ള. എന്നാൽ അത് മാത്രമല്ല, നമുക്ക് 5 ഫെസിലിറ്റി നമുക്ക് കിട്ടണം. ആ കിട്ടുന്ന റെസീറ്റ് ഉണ്ടല്ലോ, അതിന്റെ താഴെ ഒരു മൊബൈൽ നമ്പർ ഉണ്ട്, അത് നമ്മൾ നോട്ട് ചെയ്യണം. എന്താണ് ഈ 5 കാര്യങ്ങൾ എന്നുള്ളതല്ലേ? നമ്പർ 1, നമ്മൾ വാഹനമായിട്ട് പോകുന്ന സമയത്ത് നമ്മളെ വാഹനത്തിലെ ഇന്ധനം തീർന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ അടുത്ത പെട്രോൾ സ്റ്റേഷനിലേക്ക് എത്താനുള്ള പെട്രോൾ നമുക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തത്, നമുക്ക് എന്തെങ്കിലും ഹൈവേയിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത, ഹെൽത്ത് പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടനടി നമുക്ക് ആംബുലൻസിന്റെ ഫെസിലിറ്റി അവിടെ വരുന്നതാണ്. മൂന്നാമത്തത്, നമ്മളെ വാഹനം എന്തെങ്കിലും തരത്തിൽ കേടുപാടുകൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ബ്രേക്ക് ഡൗൺ ആവാന്നുണ്ടെങ്കിൽ ഉടനടി ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഒന്നല്ലെങ്കിൽ മെക്കാനിക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി എടുത്തു കൊണ്ടുപോകാനുള്ള സാഹചര്യത്തിലുള്ള ഒരു വാഹനം അവർ നൽകുന്നതാണ്. നാലാമത്തത്, നമ്മളെ വാഹനം ഹൈവേയിൽ വെച്ചിട്ട് ആക്സിഡന്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്കോ അല്ലെങ്കിൽ 1033 എന്ന നമ്പറിലേക്കോ വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ആംബുലൻസ് എത്തുന്നതാണ്. അഞ്ചാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആർക്കും അറിയില്ല ഈ കാര്യം. ഒരു പാതയിലോ അല്ലെങ്കിൽ ഹൈവേയിലോ വെച്ചിട്ട് ആ റോഡിന്റെ അപാകത മൂലം നമ്മളെ വാഹനം ആക്സിഡന്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ ഡാമേജ്, നമ്മളെ ഹെൽത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണ ഉത്തരവാദിത്തം ഹൈവേ ആണെന്നുള്ളതെല്ലാം ആ റെസീറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, ആ റെസീറ്റിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം, ആ നമ്പർ നമ്മൾ നോട്ട് ചെയ്യണം. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്